ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന കുട്ടികളാരും എനിക്ക് അങ്ങനെ റീപ്ലൈ ഒന്നും തരാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിപ്പോയത്. കാരണം നിങ്ങൾക്ക് ഫിസിക്സ് വായിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് റീപ്ലൈ തരാത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വിലയിരുത്തുക എന്ന് പറയുന്ന ഭാഗത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു ഡൗട്ട് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറിയാവുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്തായാലും 1-2 വീഡിയോസിനുള്ളിൽ ഞാൻ വിലയിരുത്തുക എന്നുള്ള പറയുന്ന ആ ഒരു ഭാഗം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയ ചാപ്റ്ററാണ് പ്രവൃത്തിയും ഊർജ്ജവും. ഇവിടെ 2 കുട്ടികളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമിലെ ഈ ജലം ഉപയോഗിച്ചാണ്. ഇത്രമാത്രം ഊർജം ജലത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മൾക്കറിയാം എല്ലാ വസ്തുക്കൾക്കും ഊർജ്ജമുണ്ട് അല്ലേ? നമ്മൾക്കാണെങ്കിലും ഊർജ്ജമുണ്ട്. നമ്മൾക്ക് ഊർജ്ജം ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ വസ്തുക്കൾക്കും ഊർജ്ജമുണ്ട്. അവയ്ക്ക് എങ്ങനെയാണ് ഊർജ്ജം ലഭിക്കുന്നത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരാൾ ലോറിയിലേക്ക് ചുമട് കയറ്റുന്നു, ഒരാൾ പാറ തള്ളുന്നു, ഒരാൾ ട്രോളി തള്ളി നീക്കുന്നു, ഒരാൾ തലയിൽ ചുവടുമായി നിൽക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. ആദ്യത്തെ സന്ദർഭം ലോറിയിലേക്ക് ചുമട് കയറ്റുന്നു. ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു ചുമടാണ്. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ട്. അടുത്തത് വലിയ പാറ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്ന് പറയുന്നത് പാറയാണ്. സ്ഥാനാന്തരം സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായിട്ടില്ല അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം. സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളിക്കൊണ്ടു പോകുന്നു. ഇവിടെ ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്ന് പറയുന്നത് ട്രോളിയാണ്. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു അല്ലേ? അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച ദിശയിലും സ്ഥാനാന്തരം ഉണ്ടായി. ഇനി അടുത്തത് പറയുന്നത് തലയിൽ ചുവടുമായി ഒരാൾ നിൽക്കുന്നു. ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്ന് പറയുന്നത് എന്താ? ചുമടാണ്. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായിട്ടില്ല. തന്നിരിക്കുന്ന ടേബിളിൽ എല്ലാ സന്ദർഭങ്ങളിലും ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വസ്തുവിന് ബലം പ്രയോഗിച്ചപ്പോൾ സ്ഥാനാന്തരം ഉണ്ടായിട്ടുള്ളത്, ഏതിനൊക്കെയാണ് സ്ഥാനാന്തരം ഇല്ലാതിരുന്നത് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. അതിനു മുമ്പ് ഇവിടെ പ്രവൃത്തിയുടെ നിർവചനം തന്നിട്ടുണ്ട്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. അതായത് നമ്മളൊരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ അത് അവിടെ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാമെന്നാണ് പറയുന്നത്. പട്ടിക 6.1 ഏതൊക്കെ സന്ദർഭങ്ങളാണ് പ്രവൃത്തി ചെയ്യപ്പെട്ടതെന്ന്. ഇവിടെ പ്രവൃത്തി ചെയ്യപ്പെട്ടതായി കണക്കാക്കുന്ന സന്ദർഭങ്ങൾ ഒന്നാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയാണ്. അതായത് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായി, അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച ദിശയിലും സ്ഥാനാന്തരം ഉണ്ടായി. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രവൃത്തി ചെയ്യപ്പെടാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് 2ഉം 4ഉം ആണ് പ്രവൃത്തി ചെയ്യപ്പെടാത്ത സന്ദർഭങ്ങൾ വരുന്നത്. അടുത്തത് നോക്കാം. പ്രവൃത്തിയുടെ അളവ് കണക്കാക്കാനാകുമോ? പ്രവൃത്തിയുടെ അളവ്. ആശുപത്രിയിൽ വീൽ ചെയറിൽ രോഗികളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേന്ന്. നിരപ്പായ വരാന്തയിലൂടെ 10 മീറ്റർ അകലേക്ക് രോഗികളെ ഒരു അറ്റൻഡർ കൊണ്ടുപോയ 2 സന്ദർഭങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കും. രോഗികളുടെ ഭാരത്തിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് പ്രയോഗിക്കേണ്ട ബലത്തിൽ വ്യത്യാസം വരുമല്ലോ. ഭാരം കൂടുന്നതിനനുസരിച്ച് വീൽ ചെയറിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം കൂടുന്നത് കൊണ്ടല്ലേ ഇത്? ഇവിടെ 2 ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം നോക്കാം നമുക്ക്. ഇതാണ് പിക്ചർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് രോഗികളുടെ ഭാരത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിന്മേൽ പ്രയോഗിക്കേണ്ട, അതായത് വീൽ ചെയറിൽ പ്രയോഗിക്കേണ്ട ബലത്തിൻ്റെ അളവും കൂടുന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ പ്രയോഗിക്കേണ്ട ആ ബലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഘർഷണ ബലവും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. 10 മീറ്റർ ദൂരത്തേക്ക് എത്തിക്കുന്നത് വരെ സന്ദർഭം 1 രോഗിയെ കൊണ്ടുപോകാൻ 40 ന്യൂട്ടൺ ബലവും സന്ദർഭം 2 രോഗിയെ കൊണ്ടുപോകാൻ 70 ന്യൂട്ടൺ ബലവും പ്രയോഗിക്കേണ്ടി വന്നു. 2 അവസരങ്ങളിലും വീൽ ചെയർ സമാന വേഗത്തിൽ സമാന പാതയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. വീൽ ചെയറിനുണ്ടായ സ്ഥാനാന്തരം തുല്യമാണല്ലോ. അതായത് 10 മീറ്റർ ദൂരത്തേക്കാണ് ഈ 2 രോഗികളെ നമുക്ക് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ആ വീൽ ചെയറിലേക്ക് പ്രയോഗിക്കേണ്ട ആ ഒരു ബലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 സിറ്റുവേഷനിലും വ്യത്യസ്തമാണ്. ആദ്യത്തെ സിറ്റുവേഷനിൽ 40 ന്യൂട്ടൺ ബലമേ പ്രയോഗിക്കേണ്ടതുള്ളൂ. പക്ഷേ രണ്ടാമത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലോ 70 ന്യൂട്ടൺ ബലം വീൽ ചെയറിലേക്ക് പ്രയോഗിക്കണം. പക്ഷേ കൊണ്ടുപോകേണ്ട ദൂരവും അതേപോലെ തന്നെ കൊണ്ടുപോകുന്ന ആ ഒരു സ്ഥലവും എല്ലാതും ഒരേപോലെ തന്നെയാണ്.
പക്ഷേ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സ് ബലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കൂടുതലാണ് വരുന്നത്. തറയിലൂടെ തിരശ്ചീനമായ തലത്തിൽ വസ്തുക്കളെ ചലിപ്പിക്കുമ്പോൾ നാം ഘർഷണത്തിനെതിരെയാണ് ബലം പ്രയോഗിക്കുന്നത്. അതിനാൽ നാം ഘർഷണ ബലത്തിനെതിരെയാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്. ഘർഷണ ബലം എന്താണെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം പഠിച്ചത്. ഘർഷണ ബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ തെന്നി നീങ്ങുമ്പോൾ അവയുടെ പ്രതലങ്ങൾക്കിടയിൽ ആ വസ്തുവിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലൊരു ബലം അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു ബലത്തെയാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു വസ്തുവിനെ തള്ളി നീക്കേണ്ടി വരുമ്പോൾ ഘർഷണ ബലത്തിനെതിരായിട്ടാണ് നമുക്ക് ബലം പ്രയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? പ്രവൃത്തി ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏത് സന്ദർഭത്തിലാണ് കൂടുതൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക? എന്തുകൊണ്ട്? രണ്ടാമത്തെ സന്ദർഭത്തിലാണ് അല്ലേ? ഇവിടെ പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഇവിടെ ഏത് ഘടകമായിരിക്കും പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിക്കുന്നത്? ബലമാണ്. രണ്ടാമത്തെ സന്ദർഭത്തിലെ രോഗിയെ സമാന സാഹചര്യങ്ങളിൽ 20 മീറ്റർ അകലേക്ക് കൊണ്ടുപോകേണ്ടി വന്നുവെങ്കിൽ പ്രവൃത്തിയുടെ അളവ് കൂടുമല്ലോ. ഇവിടെ പറയുന്നത് രണ്ടാമത്തെ സന്ദർഭത്തിലെ രോഗീനെ 20 മീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രവൃത്തിയുടെ അളവ് വർദ്ധിക്കാൻ കാരണമായ ഘടകം ഏതാണെന്ന്. ഏത് ഘടകമായിരിക്കും? സ്ഥാനാന്തരമായിരിക്കും അല്ലേ? ആദ്യം പറഞ്ഞ കേസിൽ 2 രോഗികളെയും 10 മീറ്റർ ദൂരത്തേക്കാണ് കൊണ്ടുപോകേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ ദൂരം സെയിം ആയിരുന്നു, പക്ഷേ അവിടെ പ്രയോഗിക്കപ്പെട്ട ബലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വ്യത്യാസമായിരുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴാണോ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വന്നത് അതായിരുന്നു പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സന്ദർഭത്തിലേക്ക് വന്നപ്പോൾ അധികം ഭാരമുള്ള രോഗീനെ 20 മീറ്റർ ദൂരത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അല്ലേ? ഇവിടെ അധികം ഭാരവും ഉണ്ട്, അതുപോലെ തന്നെ ദൂരവും കൂടി. അപ്പോൾ പ്രവൃത്തിയുടെ അളവിനെ അതായത് പ്രവൃത്തിയുടെ അളവ് വർദ്ധിക്കാൻ കാരണമായ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇവിടെ സ്ഥാനാന്തരമാണ്. അങ്ങനെയാണ് ഇവിടെ 2 സന്ദർഭങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മുകളിൽ പരിചയപ്പെട്ട സന്ദർഭങ്ങളിൽ നിന്ന് പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബലം, രണ്ടാമത്തത് വരുന്നത് സ്ഥാനാന്തരമാണ്. പ്രയോഗിച്ച ബലത്തിൻ്റെയും വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ? ബലം ഇൻറ്റു സ്ഥാനാന്തരമാണെന്നാണ് പറയുന്നത്. എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിൽ ഉണ്ടായ സ്ഥാനാന്തരം എസ് മീറ്റർ ആണെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. അതായത് പ്രവൃത്തിക്ക് നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്ന ലെറ്ററും ബലത്തിന് എഫ് എന്ന് പറയുന്ന ലെറ്ററും സ്ഥാനാന്തരത്തിന് എസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രവൃത്തി കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബലത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണും സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററുമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇതിന് നമ്മൾ SI യൂണിറ്റിൽ ജൂൾ എന്നാണ് പറയപ്പെടുന്നത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനോടുള്ള ആദരസൂചകമായാണ് ഈ പേര് നൽകിയത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ അധിക വായനയിൽ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. 1 ന്യൂട്ടൺ ബലത്തിന് വിധേയമായി ഒരു വസ്തുവിനെ തിരശ്ചീനമായ പ്രതലത്തിലൂടെ ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ബലം വസ്തുവിൽ പ്രയോഗിച്ച പ്രവൃത്തി കണക്കാക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? പ്രവൃത്തി കണ്ടുപിടിക്കണം. ബലം എന്ന് പറയുന്നത് 1 ന്യൂട്ടണും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 1 മീറ്ററുമാണ്. അപ്പോൾ നമ്മുടെ സമവാക്യം എന്ന് പറയുന്നത് W ഈക്വൽ ടു FS ആണ്. അപ്പോൾ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ വാല്യൂസൊക്കെ. W ഈക്വൽ ടു F ഇൻറ്റു എസ്. എഫ് എന്ന് പറയുന്നത് 1 ആണ്, എസ് എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. 1 ജൂൾ ആയിരിക്കും പ്രവൃത്തിയുടെ അളവ് എന്ന് പറയും. ഒരു വസ്തുവിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് 1 ജൂളാണ്. നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ് കേട്ടോ. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചപ്പോൾ ചെയ്ത പ്രവൃത്തി കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് പ്രവൃത്തിയുടെ അളവ് കണക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പ്രവൃത്തി സമം ബലം ഇൻറ്റു സ്ഥാനാന്തരം ചെയ്താൽ മതി. അപ്പോൾ അടുത്ത് നമുക്ക് വസ്തുക്കളെ ഉയർത്തുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ് കണക്കാക്കുക അത് നമുക്ക് നോക്കാം. വസ്തുക്കളെ ഉയർത്തുമ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കേണ്ടത് ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ടാണ്. ഗുരുത്വാകർഷണ ബലം എന്താണെന്ന് അറിയാലോ? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആകർഷണ ബലത്തിനെതിരെയാണ് നമ്മൾക്ക് ഒരു വസ്തുവിനെ പിടിച്ച് ഉയർത്തേണ്ടി വരുമ്പോൾ അതിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗുരുത്വാകർഷണത്തിനെതിരായ പ്രവൃത്തി നമുക്ക് നോക്കാം. ക്രെയിൻ ഉപയോഗിച്ച് m കിലോഗ്രാം മാസുള്ള കണ്ടെയ്നർ h മീറ്റർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. കണ്ടെയ്നറിൻ്റെ ഭാരം mg ന്യൂട്ടൺ ആണ്.
ഇതിന് തുല്യമായ ബലമെങ്കിലും മുകളിലേക്ക് പ്രയോഗിച്ചാലല്ലേ കണ്ടെയ്നർ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തിട്ടാ, ക്രെയിൻ ഉപയോഗിച്ചിട്ട് കിലോഗ്രാം മാസുള്ള ഒരു കണ്ടെയ്നർ മീറ്റർ ഉയർത്താണ്. ഇവിടെ കണ്ടെയ്നറിൻ്റെ ഭാരം എന്ന് പറയുന്നത് mg ആണ്. അപ്പോൾ mg ബലം പ്രയോഗിച്ചാലേ നമുക്ക് ആ ഒരു കണ്ടെയ്നറിനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലം എത്രയായിരിക്കും? ഇതിൻ്റെ ആൻസർ വരുന്നത് mg ആണ്. ക്രെയിൻ കണ്ടെയ്നറിൽ പ്രയോഗിക്കേണ്ട ബലം എത്രയാണെന്ന് എന്ത് വരും? mg വരും. ക്രെയിൻ പ്രയോഗിച്ച ബലം കണ്ടെയ്നറിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് W=F×S ആണ്. അപ്പോൾ ഇവിടെ പ്രവൃത്തിയുടെ അളവ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിൻ്റെ സമവാക്യമാണ് W=Fs. ഇവിടെ സ്ഥാനാന്തരം S എന്നത് ഉയരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എസ്സിന് പകരം എന്ത് കൊടുക്കാം? h കൊടുക്കാം. അപ്പോൾ പ്രവൃത്തിയുടെ സമവാക്യം W=Fs ആണ്. അതിൽ എസ്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? h കൊടുക്കാം. F എന്ന് പറയുന്നതോ mg ആണ്. അപ്പോൾ നമ്മുടെ സമവാക്യം W=mgh ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം, ഒരു വസ്തുവിനെ ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ട് ഉയർത്തേണ്ടി വരുമ്പോൾ ചെയ്യേണ്ട പ്രവൃത്തി കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സമവാക്യം എന്ന് പറയുന്നത് W=mgh ആയിരിക്കും. ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വസ്തുക്കളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തി W=mgh. ഇനി അടുത്തത് ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം ആയിരിക്കും കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. 100 ഗ്രാം മാസുള്ള വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. ഇവിടെ ജിയുടെ വില തന്നിട്ടുണ്ട് 10 മീറ്റർ/സെക്കൻഡ്². അപ്പോൾ നമുക്കിതൊന്നും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിലകളൊക്കെ എഴുതി നോക്കാം. മാസ് 100 ഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ ഗ്രാമിനെ നമുക്ക് കിലോഗ്രാമിലേക്കാക്കി മാറ്റണം. കാരണം മാസിൻ്റെ SI യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കിലോഗ്രാമിലാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 100/1000, അതായത് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 100/1000, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ മുകളിലത്തെ ഒരു സീറോയും താഴത്തെ ഒരു സീറോയും, അതുപോലെ തന്നെ മുകളിൽ നിന്ന് അടുത്ത സീറോയും താഴത്തെ അടുത്ത സീറോയും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 1/10 കിട്ടും അല്ലേ. അപ്പോൾ അതിൽ താഴെ ഒരു സീറോ ഉള്ളതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇടാം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 0.1 കിലോഗ്രാം ആണ് മാസ് വരുന്നത്. ജിയുടെ വില തന്നിട്ടുണ്ട് 10 മീറ്റർ/സെക്കൻഡ്². h എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. പ്രവൃത്തി കാണാനുള്ള സമവാക്യം mgh ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഇതിൽ കൊടുക്കാം. എമ്മിൻ്റെ 0.1, ജി 10, h 1, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പോയിൻ്റ് ഒന്നും ഇല്ലാണ്ട് ഗുണിക്കുമ്പോൾ 10 കിട്ടും. അതിന് ശേഷം നമുക്ക് ആൻസറിലേക്ക് ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇടാം, അതായത് 1.0 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1 ജൂളാണ് ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലോറിയിലേക്ക് 50 കിലോഗ്രാം മാസുള്ള ഒരു വീപ്പ കയറ്റണം. ലോറിയിലേക്ക് തറനിരപ്പിൽ നിന്നുള്ള ഉയരം 2 മീറ്റർ ആണ്. G=10 മീറ്റർ/സെക്കൻഡ്². ക്വസ്റ്റ്യൻ നോക്കാം. ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാം. മാസ് m=50 കിലോഗ്രാം, G=10 മീറ്റർ/സെക്കൻഡ്², h=2 മീറ്റർ. പ്രവൃത്തി W=mgh. അപ്പോൾ m എന്ന് പറഞ്ഞ 50, G 10, h എന്ന് പറഞ്ഞാൽ 2, എല്ലാം കൂടി ഗുണിക്കുമ്പോൾ 1000 ജൂൾ കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന വിലകൾ ഗ്രാമിലാണോ കിലോഗ്രാമിലാണോ തന്നിരിക്കുന്നതൊക്കെ നോക്കണം. അതിനുശേഷം വേണം പ്രോബ്ലം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ മാർക്ക് അങ്ങോട്ട് പോകട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. 5 മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് 2 മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടിക്കയറ്റിയാൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കും? ഇവിടെ m തന്നിട്ടുണ്ട് 50, G 10, h 2. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1000 ജൂൾ തന്നെ കിട്ടും. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതിൽ വാല്യൂസിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വീപ്പയിൽ ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ? സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ? ഈ രണ്ട് ആൻസറും ഒരേപോലെ കിട്ടിയതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. അടുത്തത് നെഗറ്റീവ് പ്രവൃത്തി. ഒരു കുട്ടി മേശയിൽ വച്ചിരിക്കുന്ന പെട്ടി വലിച്ചു നീക്കുന്ന ചിത്രം 6.4 നിരീക്ഷിച്ച് പട്ടിക പൂർത്തീകരിക്കാൻ. ഇവിടെ പെട്ടിയിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ് ഗുരുത്വാകർഷണ ബലം. എ എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം, ബി എന്ന് പറയുന്നത് ഘർഷണ ബലം, വസ്തുവിൽ മേശ പ്രയോഗിക്കുന്ന ബലം സി, കുട്ടി വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഡി എന്നിവയാണ്.
ഇനി നമുക്ക് ആ ടേബിളൊന്ന് ഫില്ല് ചെയ്യാം. അനുഭവപ്പെടുന്ന ബലങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അതിൽ കുട്ടി പ്രയോഗിക്കുന്ന ബലം പിയിൽ നിന്നും ഡിയിലേക്കാണ്. അതായത് കുട്ടിയുടെ അടുത്തേക്കാണ് ആ പെട്ടിയെ പിടിച്ച് വലിക്കുന്നത്. അടുത്തത് ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടാണ് അനുഭവപ്പെടുന്നത്? എയിൽ നിന്നും പിയിലേക്കാണ്. അടുത്തത് ഘർഷണബലം. ഘർഷണബലം അനുഭവപ്പെടുന്നത് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്കാണ് അനുഭവപ്പെടുന്നത്. ആ കുട്ടി അത് പിടിച്ച് വലിക്കുന്നത് പിയിൽ നിന്നും ഡിയിലേക്കാണ് അല്ലേ? അപ്പം അതിന് ഓപ്പോസിറ്റ് ആയിരിക്കണം എന്ത് നടക്കുക? ഘർഷണബലം ഉണ്ടാവേണ്ടത്. അടുത്തത് മേശപ്പെട്ടിയിൽ പ്രയോഗിക്കുന്ന ബലം. അതെങ്ങനെയായിരിക്കും? സിയിൽ നിന്നും പിയിലേക്ക്. അടുത്തത് പെട്ടിയുടെ ചലനദിശ ഏത്? പെട്ടിയുടെ ചലനദിശ ഏതാ? പി ടു ഡി ആണ്. ഏത് ബലത്തിന്റെ ദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരമുണ്ടായത്? ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. കുട്ടി പ്രയോഗിച്ച ബലത്തിന്റെ ദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരമുണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ബലത്തിന്റെ എതിർദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരമുണ്ടായത്? ഇതിന്റെ ആൻസർ വരുന്നത് ഘർഷണ ബലത്തിന്റെ എതിർദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരമുണ്ടായത്. അടുത്തത്, ഗുരുത്വാകർഷണ ബലവും മേശ പ്രയോഗിച്ച ബലവും പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇതിന്റെ ആൻസർ ഏതാ? ഈ ബലങ്ങളെല്ലാം സന്തുലിത ബലങ്ങൾ ആയതുകൊണ്ടാണ് പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടാകാത്തത്. ഇതിന്റെ താഴത്തെ ഒന്നുകൂടി നോക്കാം. കുട്ടി പ്രയോഗിച്ച ബലത്തിന്റെ ദിശയിൽ പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായതിനാൽ ഈ ബലം പെട്ടിയിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. ഇത്തരം പ്രവൃത്തിയാണ് പോസിറ്റീവ് പ്രവൃത്തി. ഘർഷണ ബലത്തിന്റെ എതിർദിശയിലാണല്ലോ പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത്. അതിനാൽ ഘർഷണ ബലം പെട്ടിയിൽ ചെയ്തത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇവിടെ പറയുന്നത് പോസിറ്റീവ് പ്രവൃത്തിയും നെഗറ്റീവ് പ്രവൃത്തിയും എന്താണെന്നാണ്. ഇപ്പോൾ ഒരു വസ്തുവിലേക്ക് നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഇനി അതിനെതിരെ ഒരു ഘർഷണ ബലം ഉണ്ടാവുകയാണെന്നല്ല, അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയാണ് നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ ബോക്സിൽ തന്നിരിക്കുന്നതും കൂടി വായിക്കാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചതുമൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിന്റെ എതിർദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാകുന്നതെങ്കിൽ ഈ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ്. കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവാണോ നെഗറ്റീവാണോ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി ഏതായിരിക്കും? നെഗറ്റീവ് പ്രവൃത്തിയാണ് അല്ലേ? കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? നെഗറ്റീവ് പ്രവൃത്തി. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തിയാണ് ഏത്? പോസിറ്റീവ് പ്രവൃത്തി. അടുത്തതൊരു പ്രോബ്ലമാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾ 16 മീറ്റർ ദൂരം ട്രോളി തള്ളി നീക്കുന്നതിനായി 95 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിക്കുന്നു. ഇവിടെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. നമുക്ക് ചെയ്തു നോക്കാം. ബലം F = 95 ന്യൂട്ടൺ, സ്ഥാനാന്തരം S = 16 മീറ്റർ, പ്രവൃത്തി F × S. 95 × 16 1520 ജൂളാണ് ഇവിടെ ചെയ്ത പ്രവൃത്തി. നമ്മളിപ്പോൾ ഏതാനും പ്രവൃത്തികളൊക്കെ പരിചയപ്പെട്ടു. വിവിധതരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഊർജ്ജം വേണം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊർജ്ജത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് പരിചിതമായ ഊർജ്ജ രൂപങ്ങൾക്ക് ഉദാഹരണം എഴുതും. ഇവിടെ വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജം, താപോർജ്ജം തന്നിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം എന്താ? പ്രകാശോർജ്ജം, ശബ്ദോർജ്ജം, രാസോർജ്ജം, അതൊക്കെ എഴുതാം. വിവിധ തരം ഊർജ്ജ രൂപങ്ങളാണ് പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഊർജ്ജം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം എന്ന് പറയുന്നത്. അതായത് നമ്മൾക്കാണെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഊർജ്ജം വേണം. നമുക്ക് ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ക്ഷീണിച്ചു പോയി, ഭക്ഷണം കഴിക്കാത്ത തന്നെ ഭയങ്കര ക്ഷീണം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പറയുന്നത് ഊർജ്ജത്തിൻ്റെ അളവ് പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണെന്നാണ്. ഊർജ്ജം തന്നെയാണല്ലോ പ്രവൃത്തിയായി മാറുന്നത്. അതുകൊണ്ട് പ്രവൃത്തിയുടെ യൂണിറ്റ് തന്നെയാണ് ഊർജ്ജത്തിൻ്റെ യൂണിറ്റ്. അതായത് ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണെന്ന് അറിയാലോ. ഭക്ഷണപദാർത്ഥങ്ങളിലെ ഊർജ്ജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുമ്പോൾ കിലോ കലോറി എന്ന യൂണിറ്റ് നാം ഉപയോഗിക്കാറുണ്ട്. ജൂളും കലോറിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അപ്പോൾ 1 കിലോ കാലോറി എന്ന് പറയുന്നത് 4200 ജൂളാണ്. അതായത് 1 കിലോ കാലോറി എന്ന് പറയുന്നത് 1000 കലോറിക്ക് തുല്യമാണ് കേട്ടോ. ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോ ജൂളാണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും?
ഇവിടെ ഊർജ്ജം തന്നിരിക്കുന്നത് 840 കിലോ ജൂളാണ്. അതായത് കിലോ ജൂൾ എന്ന് പറയുമ്പോൾ കിലോ എന്ന് പറയുമ്പോൾ അവിടെ 1000 ആണ് വരുന്നത് അല്ലേ. അത് 840 ഇൻറ്റു 1000 ജൂളാണ് വരുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, 840 കിലോ ജൂൾ എന്ന് പറയുന്നത് എത്ര കലോറിക്ക് തുല്യമാണെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 840 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 4.2. ഈ സംഖ്യകൾ ഹരിക്കണ സമയത്ത് പോയിന്റ് സ്ഥാനമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം സംഖ്യകൾ മാത്രം ഹരിക്കുക. അതിന് ശേഷം ഉത്തരത്തിലേക്ക് പോയിന്റ് സ്ഥാനം ചേർത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 ലക്ഷം കാലറിയാണ്. അപ്പോൾ നമുക്ക് ഈ വിലേനെ കിലോ കാലറിയിലേക്കാക്കി മാറ്റുമ്പോൾ 200 കിലോ കാലറി എന്ന് പറഞ്ഞ് എഴുതാം. ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.